بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മളിന്ന് സംസാരിക്കുന്നത് ഖുർആനിൽ പറഞ്ഞ ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ചാണ്. ആദ്യമായി അവതരിച്ച ഖുർആൻ ആയത്ത് തന്നെ ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നതാണ്. അതാണ് ഇവിടെ ഓതി കേൾപ്പിച്ചത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കുക നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ. ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു മിൻ അലഖ്. അലഖ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഏതായാലും രക്തപിണ്ഡമെന്നും ഒട്ടിപ്പിടിച്ച വസ്തു എന്നൊക്കെ ആയിട്ട് 4 തരം അർത്ഥം ഉണ്ട് അതിന് വരുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. 3 ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു വിഷയം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 1-ാം ഭാഗമാണ് ഇന്നിവിടെ പറയുന്നത്. സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. സൂറത്ത് അന്നാം 2-ാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട്, ഹുവല്ലദീ ഖലഖക്കും മിൻ തീനിൻ സുമ്മ ഖളഅ അജ്ലൻ വ അജലൻ മുസമ്മ. അവനത്രേ കളിമണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ട് അവൻ ഒരു അവധി നിശ്ചയിച്ചിരിക്കുന്നു. അതുപോലെ സൂറത്തുൽ മുഅ്മിനൂൻ 12-ാമത്തെ ആയത്ത്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. മനുഷ്യനെ നാം മണ്ണിന്റെ സത്തിൽ നിന്നും സൃഷ്ടിച്ചു. മനുഷ്യരെല്ലാം അടിസ്ഥാനപരമായി മണ്ണിൽ നിന്ന് ലഭ്യമാകുന്ന ധാതുക്കളിൽ നിന്നാണ്. 5% ഓക്സിജൻ, 18% കാർബൺ, 9.5% ഹൈഡ്രജൻ, 3.2% നൈട്രജൻ, 1.5% കാൽസ്യം, 1.2% ഫോസ്ഫറസ്. ബാക്കി 0.85% മറ്റു എലമെന്റ്സ്, പൊട്ടാസ്യം, സൾഫർ, സോഡിയം. സജദ 7-8 ആയത്തിൽ ബദഅ ഖൽഖൽ ഇൻസാൻ മിൻ തീനിൻ സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ. അവൻ മനുഷ്യ സൃഷ്ടി കളിമണ്ണിൽ നിന്ന് ആരംഭിച്ചു, പിന്നീട് അവന്റെ വംശപരമ്പരയെ മ്ലേച്ഛ ദ്രാവകം പോലുള്ള ഒരു സത്തിൽ നിന്നാക്കി. ഈ സുലാലത്തും മിൻ മാഇൻ മഹീൻ എന്നുള്ളത് മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് ഖിയാമയിൽ പറയുന്നുണ്ട്, നുത്ഫതം മിൻ മനിയ്യിൻ യുംന. അതായത് നുത്തുഫത്തിന് ഒരു നുത്തുഫയാണ്, ഒരു ബീജമാണ്. മീൻ മനി യുംന, തെറിക്കപ്പെട്ട ശുക്ലത്തിൽ നിന്നുള്ള ഒരു ബീജമാണെന്ന്. മണ്ണിന്റെ സത്തിൽ നിന്നും ഈ ബീജകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയ ഇപ്പോഴും മനുഷ്യ ശരീരത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ കാര്യം ഖുർആൻ പറയുന്നത്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ. മനുഷ്യനെ നാം മണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നീട് അവനെ ഒരു സുരക്ഷിത സ്ഥാനത്ത് രേതസ് കണമായി പരിവർത്തിച്ചു. സൂറത്ത് മുഅ്മിനീൻ 12-13. ഇതെങ്ങനെയാണെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ മിനറലുകൾ സസ്യങ്ങൾ മണ്ണിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. തുടർന്ന് ഗോതമ്പ്, നെല്ല് തുടങ്ങിയ ധാന്യങ്ങളിൽ അവ സംഭരിക്കപ്പെടുന്നു. അവ ഭക്ഷണമായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ ചെല്ലുകയും ദഹന പ്രക്രിയയിലൂടെ അവ മൂലകങ്ങളായി വിഘടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ചുവന്ന രക്താണുക്കൾ ഈ മൂലകങ്ങളെ കോശങ്ങളിൽ എത്തിക്കുന്നു. കോശങ്ങളിൽ എത്തപ്പെട്ട ഈ മൂലകങ്ങൾ വീണ്ടും കോശവിഭജനത്തിന് കാരണമാകുന്നു. അതായത് പുതിയ കോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. അതേപോലെ തന്നെയാണ് ബീജകോശങ്ങളും അണ്ഡകോശങ്ങളും നിർമ്മിക്കപ്പെടുന്നത്. പുരുഷന്മാരിലും സ്ത്രീകളിലും പ്രത്യുൽപാദന അവയവങ്ങളായ വൃഷണങ്ങളും അണ്ഡാശയങ്ങളും ഗാമറ്റോജെനിസിസിലൂടെയാണ് ഒരു പുതിയ വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിന് ആവശ്യമായ ആണിന്റെയും പെണ്ണിന്റെയും ബീജകോശങ്ങൾ നിർമ്മിക്കുന്നത്. അതായത് ഗാമറ്റോജെനിസിസ്, സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നത് മെയിൽ ഓവോജെനിസിസ് ഫീമെയിലിൻ്റെത്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ ആയത്താണ്. അതിൽ ഈ ഖറാറിൻ മക്കീൻ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, അത് ഓവറിയും ടെസ്റ്റിസുമാണ്. ഖുർആൻ ഓവറിയും ടെസ്റ്റിസിനെ കുറിച്ചാണ്. ഈ ഖറാറിൻ മക്കീൻ, അതായത് ഓവറിയിലും ടെസ്റ്റിസിലും മനുഷ്യന്റെ ഈ ഒരു ബീജമായാലും അണ്ടമായാലും അതിന്റെ വിത്തുകൾ ആദ്യം തന്നെ എന്നാണ് പറയുന്നത്. അതാണ് ഖറാറിൻ മക്കീൻ എന്ന് പറയുന്നത്. ഖറാറിൻ മക്കീൻ തന്നെ മറ്റൊരു സ്ഥലത്ത് തുടർന്ന് അങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിന് വേറൊരു
ഇൻസാന എന്നാ ഖലഖനാഹു മിൻ നുത്ഫ. മനുഷ്യൻ കണ്ടില്ലയോ നാം അവനെ ശുക്ലകണത്തിൽ നിന്ന് സൃഷ്ടിച്ചു. വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ. ജലത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനും അവൻ തന്നെയാകുന്നു. സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളെ ഈ പറഞ്ഞ ആയത്തുകളിലൂടെ എല്ലാം ഖുർആൻ പഠിപ്പിക്കുന്നത്. മനുഷ്യനെ മണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നതും നുത്തുഫയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നതും യാതൊരു വൈരുദ്ധ്യവുമില്ല. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ മനുഷ്യനെ ആദ്യം മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്നും പിന്നീട് അവന്റെ സന്താന പരമ്പരകളെ നിസ്സാരമായ ഒരു ജലത്തുള്ളിയിൽ നിന്നും ആരംഭിച്ചു എന്നും ഖുർആൻ വ്യക്തമാക്കുന്നു. പ്രഗ്നൻസി പീരീഡ് നമുക്കറിയാം, 38 ആഴ്ചയാണ് പ്രഗ്നൻസി പീരീഡ് നമ്മൾ സാധാരണയായി പറയാറുള്ളത്. ഇതിൽ തന്നെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് രണ്ടായി തിരിക്കാം. ആദ്യത്തെ 1 മുതൽ 8 ആഴ്ച വരെയുള്ള എംബ്രിയോണിക് പീരീഡും 9 മുതൽ പ്രസവം വരെയുള്ള ഫീറ്റൽ പീരീഡും. അതിന്റെ ചിത്രമാണ് ഇതിൽ കാണുന്നത്. ആ എംബ്രിയോണിക് പീരീഡിൽ തന്നെ പല പ്രോസസ്സുകളുമുണ്ട്. ഫെർട്ടിലൈസേഷൻ, ക്ലീവേജ്, മോറുലേഷൻ, കോമ്പാക്ഷൻ, ബ്ലാസ്റ്റുലേഷൻ, ഇംപ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഘട്ടങ്ങളുമുണ്ട്. അതിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടവും ബീജവും പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട് ഭ്രൂണം, അതായത് സൈഗോട്ട് ഉണ്ടാകുന്ന പ്രക്രിയക്കാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അണ്ടവും ബീജവും കൂടി ചേർന്നാണ് ഭ്രൂണം രൂപം കൊള്ളുന്നതെന്ന് ശാസ്ത്രം കണ്ടെത്തുന്നത് 1876-ലാണ്. അതുവരെ മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പൊതുവെ 2 ധാരണകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എപ്പിജെനിസിസും, 2 പ്രീഫോർമേഷനും. എപ്പിജെനിസിസ് എന്ന് പറയുന്നത് ആർത്തവ രക്തം കട്ട പിടിക്കുകയും അതിൽ നിന്ന് മെല്ലെ കുട്ടി വളർന്നു വരികയുമാണ് ചെയ്യുന്നത് എന്നാണ്. അരിസ്റ്റോട്ടിലൊക്കെ വിശ്വസിച്ചിരുന്നത് ഇതായിരുന്നു. പ്രീഫോർമേഷനിസം എന്ന് പറയുന്നത് പിതാവ് സ്രവിക്കുന്ന ശുക്ലത്തിലോ മാതാവിന്റെ ശുക്ലത്തിലോ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ ചെറു രൂപം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നും ആവശ്യമായ ഉത്തേജനം ഉണ്ടാകുമ്പോൾ അത് വളരാൻ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രീഫോർമേഷനിൽ തന്നെ 2 മോഡലുകളുണ്ട്. ഒന്ന് സ്പേമിസം, മറ്റൊന്ന് ഓവിസം. സ്പേമിസം എന്ന് പറഞ്ഞാൽ പുരുഷ ശുക്ലത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കുഞ്ഞിന്റെ രൂപം ആർത്തവരക്തത്തിൽ നിന്ന് പോഷണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഗർഭാശയത്തിൽ വെച്ച് വളരുന്നു എന്നുള്ളതാണ് സ്പേമിസം. ഓവിസം എന്നുള്ളത് സ്ത്രീ ശുക്ലത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കുഞ്ഞിന്റെ രൂപം ഗർഭാശയത്തിൽ വെച്ച് വളരുകയാണ് ചെയ്യുന്നതെന്ന്. ഇത്രയും കാര്യങ്ങളാണ് 1-ാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത ഭാഗത്തിൽ പറയാം. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.